മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. റോസ് അവന്യൂ കോടതിയാണ്. മദ്യനയ അഴിമതി കേസിലാണ് ജാമ്യം അനുവദിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി വിനയ ചേരുന്നുണ്ട്. വിനയ, എന്തായാലും അദ്ദേഹത്തിന്റെ അറസ്റ്റ് നടന്ന് 3 മാസം നാളേക്ക് തികയുകയാണ്. എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം അനുവദിക്കുന്നു. ഇഡിയുടെ ആരോപണങ്ങളൊക്കെ തള്ളിയിരിക്കുന്നു. ഇഡിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി നിരീക്ഷിക്കുന്നത്? ഭദ്ര, ഇഡിക്ക് കടുത്ത തിരിച്ചടി തന്നെയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് 91 ദിവസത്തിന് ശേഷമാണ് ഇന്ന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നാളെ 3 മാസം തികയാനിരിക്കുകയാണ്. ഡൽഹി റോസ് അവന്യൂ കോടതിയാണ് ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ അപേക്ഷയിൽ കെജ്രിവാളിൻ്റെ വാദങ്ങൾ ശരിവെക്കുന്നതാണെന്നാണ് വിചാരണ കോടതി നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഡൽഹി റോസ് അവന്യൂ കോടതിയുടെ അവധിക്കാല ജഡ്ജി ആയിട്ടുള്ള ന്യായ് ബിന്ദുവാണ് ഇന്ന് കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. കേസിൽ ഇന്ന് കോടതി വാദം കേട്ടിരുന്ന ദീർഘനേരമുള്ള ഒരു വാദം തന്നെയായിരുന്നു ഇന്ന് കോടതിയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഈ ജാമ്യത്തുകയായി 1 ലക്ഷം രൂപ കെട്ടിവെക്കാനും ഈ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആദ്യം ജാമ്യത്തിന് വേണ്ടി സുപ്രീം കോടതിയെ അരവിന്ദ് കെജ്രിവാൾ സമീപിച്ചിരുന്നു. എന്നാൽ സുപ്രീം കോടതിയിൽ നിന്നും അദ്ദേഹത്തിനോട് പറഞ്ഞത് വിചാരണ കോടതിയെ സമീപിക്കാനാണ്. തുടർന്നാണ് വിചാരണ കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഇന്ന് വിചാരണ കോടതി കേസ് പരിഗണിക്കുകയായിരുന്നു. ദീർഘനേരം നിന്ന വിചാരണയ്ക്ക് ശേഷമാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. നാളെ 3 മാസം തികയാൻ പോവുകയാണ്. തുടർന്നാണ് ഇന്ന് ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. ഇഡിക്ക് കടുത്ത ഒരു തിരിച്ചടി തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഇഡിയെ മറികടന്നുകൊണ്ടാണ് ഇന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. ഇഡിയുടെ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടായിരുന്നു ഇന്ന് ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ജാമ്യം നൽകിയ ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്നായിരുന്നു ഇഡി പ്രധാനമായും വിചാരണ കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതെല്ലാം തന്നെ തള്ളിക്കൊണ്ടാണ് ഇന്ന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കൂടാതെ നിയമപരമായ വഴികൾ കൂടി പരിശോധിക്കാൻ സമയം നൽകണമെന്നും ഇഡി കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കേസിൽ നേരത്തെ അറസ്റ്റിലായിട്ടുണ്ടായിരുന്ന പ്രതിയാണ് ഗോവയിൽ കെജ്രിവാളിന്റെ ഹോട്ടൽ ബിൽ അടച്ചത്. കൂടാതെ ഇയാൾ വ്യവസായികളിൽ നിന്നും വൻ തുക കൈപ്പറ്റിയെന്നെല്ലാം ഇഡി കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വാദങ്ങളെല്ലാം തന്നെ തള്ളിക്കൊണ്ടാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇഡിയുടെ ഊഹാപോഹങ്ങൾ ആരോപണങ്ങളായി ഉന്നയിക്കുകയാണെന്ന് കെജ്രിവാളിൻ്റെ അഭിഭാഷകനും വാദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇഡിക്ക് കടുത്ത ഒരു തിരിച്ചടി തന്നെയാണ് ഇന്ന് കോടതിയിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. വിചാരണ കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഏകദേശം 3 മാസത്തോളമായി അദ്ദേഹം ജയിലിൽ കഴിയുകയായിരുന്നു. തുടർന്നാണ് ഇന്ന് ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇനി നാളെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹത്തെ സ്വതന്ത്രനായി വിടും. അല്ലെങ്കിൽ നാളത്തോടെ അദ്ദേഹം ജയിൽവാസം ഉപേക്ഷിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന് റോസ് അവന്യൂ കോടതിയാണ് ഇന്ന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഭദ്ര.